ശിശുരോധനം കേട്ടിരിക്കുന്ന കാലത്ത് അടച്ചു പിടിക്കാനായിക്കൊണ്ട് ഒരു ഫലദേവതയില്ലേ എന്നുള്ളവര് പാശപുരിയായി പറഞ്ഞ് തെരഞ്ഞു വിടാതെ കേട്ടിട്ടുണ്ടോ ഞാൻ? ോധനവിളക്കി അന്ന് ഉൾക്കോപം കൊണ്ട് എന്റെ കാളകാടൻ സ്ത്രീ വലിച്ചെറിഞ്ഞു. പിന്നെ പിടിച്ചു കഴുത്തിയല്ലോ എന്റെ പൂന്തോട്ടം. വലിച്ചെറിഞ്ഞിരിക്കുന്ന കാടും പിടിച്ചു കഴിഞ്ഞിരിക്കുന്ന പൂന്താട്ടവും ഏതുവായിക്കൊണ്ട് ഞാൻ പറഞ്ഞു. 4 വള്ളിക്കെട്ടും 4 ഒമ്പതിനും കലശവും പോകിത്തെളിഞ്ഞിരിക്കുന്ന ശേഷക്കോഴിയുമായി എന്റെ ചിത്രകഥാധാരമായിട്ട് ഞാൻ ഇതുപോലെ യോഗം വന്നു. ആയതിന്റെ ശേഷം പരന്ന പടം പോലെയും പറന്ന പള്ളി പോലെയും ഭൂമി മുഴുകിയിടം സമുദ്രം നിരസിക്കുന്ന അഭിമാനം പോലെ ചരിത്രകലാധാരമായി നിലനിന്നുള്ള ആളത്തപ്പന്റെയും സോമേശ്വരമിടമായിരിക്കുന്ന തിരുവള്ള വിശ്വസിച്ച് കണ്ടു. എന്റെ വിശ്വാസമാക്കന്മാർക്ക് കടിയ ഭാവം കൊണ്ട് ഉഗ്രരൂപിണിയായിരിക്കുന്ന എന്റെ കുടിയാധാരമായിട്ട് പുലിയാങ്കാവിൽ ഊതിയെന്നിരിക്കുന്നതായ നാമധേയമുണ്ടു. എന്റെ കാഞ്ചരിത്രത്തിലാധാരമായി ഘോരരൂപിണിയായിരിക്കുന്ന ധാരികതയായിരിക്കുന്നവര് നാളെയും സാത്വിക ഭാവത്തിൽ തന്നിരിക്കുന്നതായ കടഞ്ചേരി ഭവൻ അതേ ഭാവം തന്നെയാണല്ലോ. അതിന്റെ പ്രകാരത്തിൽ കുലത്തിന്റെ മറുപടിയായിരിക്കുന്നവര് അജപാഠ്യമായിരിക്കുന്ന നിലപാടിയും ഒത്ത രാശിയെങ്കിൽ കൂടിക്കാണുന്ന അവസരത്തിൽ